നിങ്ങളെ മണിക്കുട്ട നമ്മളെ ബംഗാളി മാമ ബംഗാളി ബംഗാളിയായാലും മലയാളിയായാലും കള്ളം കള്ളം തന്നെ അടി മാറാളിയാ. കള്ളനല്ല മാമ, അത് കള്ളനല്ല. പിന്നെ അത് ഇവിടെ സഹായത്തിനിരിക്കണത്. പിന്നെ അവനെന്തിനാ പതുങ്ങി പതുങ്ങി വന്നത്? അത് ഞാൻ പിങ്കിയെ പേടിപ്പിക്കാൻ വന്നതാ. പേടിപ്പിക്കാൻ വന്നോ? മണിക്കൂടെ മാറി നിക്കേ. അവൻ ഞങ്ങളുടെ സഹായിയാണ്. ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ നിന്നവനാണ്. എടാ മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? ഈ ആത്മീയ എന്നെ ഇടിച്ച് കൊല്ലാൻ നോക്കി ചേച്ചി. മോളെ ഇറങ്ങി, മോളെ ഒന്ന് അച്ഛന്റെ പേഴ്സിങ് കേൾത്തുണ്ടാ. അല്ലെ പിങ്കി, അല്ലെ വേണ്ട, ഞാൻ തന്നെ പോയിട്ട് വരാം. എടാ പോട്ടെടാ, ആളറിയാതെ സംഭവിച്ചല്ലേ. നിന്റെ ചേട്ടനാണ് ഏട്ടാ. ചേട്ടൻ ഇവനെ മുന്നേ കണ്ടിട്ടില്ലല്ലേ? മുന്നേ കാണാൻ അവനാരാ? മമ്മൂട്ടിയോ? എടാ ചന്തു, സോറി എടാ, നീ എന്തിനു വന്നത്? അത് നീ ഇരിക്കുന്ന കണ്ടിട്ട് വന്നതാ പിങ്കി. വാ നമുക്ക് കാപ്പി കുടിച്ചിട്ട് വാ. വേണ്ട, മതിയായി. വേണ്ട ചേട്ടാ, ഒന്നും ചെയ്യല്ലേ. മാമ വേണ്ട മാമ. बेटा माफ कीजिए, माफ कीजिए. എടാ ചന്തു, ഇതാ ഇത് വേണ്ട. വെച്ചോ. ഇല്ലടാ, നീ എന്തെങ്കിലും വാങ്ങിച്ച് കഴുകി. കുഴപ്പമില്ല, എന്തെങ്കിലും വാങ്ങിച്ച് കഴുകി. ഓക്കെ, കൈ വെച്ചോ. നീ പോയിട്ട് ഒരു 5 അണ്ടേ പിന്നെ ഒരു 5 ബനാന ഖരീദ് കർ ഖാവോ. ഖരീദ് കർ. ദേ ഇങ്ങനത്തെ നോട്ടം എനിക്ക് പിടിക്കത്തില്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. ചന്തു, നീ പോയിട്ട് പിന്നെ വാ. ശരി ആണ്ടി. എന്റെ പേരെന്ത്? മുകുൾ ചന്തു എന്ന് വിളിക്കും. ചന്തു എന്ന് വിളിക്കും. ചന്തു ഇധറാവോ. എന്റെ തോർത്തിങ്ങി വന്നിട്ട് പോരാ. ടാറ്റാ. രവിയേട്ടാ, എന്തോന്നോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. നിനക്കല്ലേ തിരക്കോട്ടോ, ഇന്ന് കയറി പോടി അടുക്കള. എനിക്കെന്തോ തിരക്ക്? മണിക്കൂട്ടാ, സത്യം പറഞ്ഞ അളിയന്റെ ഈ വിളി കേട്ടപ്പോഴേ ഞാൻ കോടതി പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു പ്രതീതിയാ ഉണ്ടായത്. മണിക്കൂട്ട തമാശയല്ല. ഇന്ന് ആ പയ്യൻ ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വന്നേ. അയ്യോ, ഒരിക്കലും ഉണ്ടാകത്തില്ല അളിയ. അത്തരത്തിലുള്ള ഇടിയാ ഞാൻ അവന് കൊടുത്തേക്കുന്നത്. 90 കഴിയാതെ അവനൊന്നും സംഭവിക്കത്തില്ല, ഞാൻ ഗ്യാരണ്ടി. നമ്മൾ സേഫ് ആളിയാ. അളിയ ഇത്ര ദുഷ്ടനാവരുത്. സത്യം പറഞ്ഞ അളിയനോട് എനിക്കിപ്പോ വെറുപ്പാണ്. ഞാൻ മനസ്സോർന്ന് പറഞ്ഞതാണ്. ഇങ്ങനെയാണെങ്കിൽ മണിയെ കാണണമെന്നുള്ളപ്പോ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാം. അളിയൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഞാൻ ഇങ്ങോട്ട് കയറാൻ പാടില്ലെന്നല്ലേ? ഇങ്ങനെയാണ് പ്രവൃത്തിയെങ്കിൽ അതാണ് നല്ലത്. മണി പറഞ്ഞു കേട്ടോ, സന്തോഷമായി. അളിയൻ മനസ്സിലുള്ള തുറന്നു പറഞ്ഞ്. എൻ്റെ പെങ്ങളെ അളിയനെ പിള്ളേരെയൊക്കെ കാണാൻ വേണ്ടിയാ ഞാൻ ഓടി വരുന്നത്. അതാണോ ഞാൻ ചെയ്ത വലിയ തെറ്റ്? മണിക്കൂറിനെ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ തിരിച്ചിങ്ങോട്ടൊന്നും ആരും സ്നേഹിച്ചിട്ടില്ല. അല്ലേലും ഞാൻ ഒറ്റയാണല്ലോ. ഇങ്ങോട്ട് വന്നതിൽ ക്ഷമിക്കണം അളിയ, ഇനി ഞാൻ വരത്തില്ല. വല്ലപ്പോഴും എവരെയൊക്കെ കാണണമെന്ന് തോന്നുമ്പോ അളി എന്നെ കൊണ്ടൊന്ന് കാണിക്കണം. മക്കളെ മണി ചേട്ടാ. മണിക്കൂട്ട, ഞാനത് അറിയാതെ. അളിയനൊന്നും പറയണ്ട, പക്ഷെ അളിയൻ ഒരു കാര്യം മനസ്സിലാക്കണം. അളിയന്റെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാല് എന്റേത് ഇവിടെ ഇരിക്കുക, അതെന്നും അവിടെ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പോട്ടെ മക്കളെ. മണിക്കൂട്ട നില്ല്. എന്താ അളിയ? മണിക്കൂട്ടൻ വന്നപ്പോ ഒരു ചെറിയ ബാഗില്ലായിരുന്നു, അത് എടുക്കുന്നില്ലേ? മക്കളെ, മാമന്റെ ആ ബാഗിങ് എടുത്തോണ്ട് വാ. ഞങ്ങള് ബാഗൊന്നും എടുക്കണില്ല. എന്റെ ചേട്ടൻ കരഞ്ഞോണ്ട് ഒരിടത്തും പോണ്ട.
മണിക്കുട്ട എന്തോന്ന് വാ ഇരിക്ക്. വേണ്ട വേണ്ട ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു മക്കളെ, മാമനെ വിളി. അളിയാ, കൈവിടാ. ഇല്ല, അളിയൻ വാ. ദേ, വേണ്ട, ദേ, വേണ്ട. മക്കളൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നില്ലേ? അളെ ഇരിക്കും. അല്ല വേണ്ട 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 അളിയൻ മണിക്കുട്ട കൈവിടാ. ഇവിടെ ഇരി, മണിക്കുട്ട ഇരി, മണിക്കുട്ട ഇരിക്ക്, ഇരിക്ക്. മണിക്കുട്ടൻ്റെ മനസ്സ് നല്ലതാണ്, അതെനിക്കറിയാം. പക്ഷെ എടുത്തിയാട്ടം അതാണ് പ്രശ്നം. ഈ ആൾക്കാരെ ഇങ്ങനെ ഉപദ്രവിക്കല്, തല്ലും വഴക്കും തെറിവിളിയും അതൊക്കെ ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് മണിക്കുട്ടൻ മാറണം, മണിക്കുട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം. അളിയ, ഇത് പാരമ്പര്യമായി കിട്ടിയ ഒരു ആറ്റിറ്റ്യൂഡല്ലേ, അങ്ങനെ ഒരു സുപ്രഭാതത്തെ എടുത്ത് കളയാൻ പറ്റത്തില്ല. മാറണം, മാറിയേ പറ്റൂ. അത് ശരിയാ. നമ്മുടെ അച്ഛൻ തന്നെ ഇപ്പൊ എന്തുമാത്രം മാറിയിരിക്കുന്നു. അത് വയസ്സായിട്ട് ഇപ്പോഴും അച്ഛന്റെ അടുത്ത് നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശരിയാ, ഈ അടുത്ത കാലത്ത് എന്നെ 10 വെട്ടി അടിച്ചു. അതാണ്. എന്തായാലും അളിയൻ മാറണം, കംപ്ലീറ്റ് ആയിട്ട് മാറണം. മാമൻ മാറണയാണ് അച്ഛനും നല്ലത്. പക്ഷെ മാമ മാറണം. മാമനെ കൊണ്ട് പറ്റും. മാറ് മാമ. ഈ മാറണം എന്ന് പറഞ്ഞാലേ ഇവിടുന്ന് എണീറ്റ് അപ്പുറം പോയിരിക്കുന്നല്ലോ മാറാൻ പറ്റുമോ? അത് മാത്രമല്ല, ചിലരുടെയൊക്കെ മുഖം കാണുമ്പോ എനിക്ക് അങ്ങോട്ട് കാലിന്റെ അടിയിൽ നിന്ന് ചൊറിഞ്ഞു കേറി വരും.